പെർഫ്യൂമും ചെന്നത് പല ആൾക്കാർ കേൾക്കുന്നത് ഈ പെർഫ്യൂമിന്റെ ഉത്ഭവം എവിടെയാണ്, അല്ലെങ്കിൽ പെർഫ്യൂമിന്റെ ബേസിക് വന്ന് ഞങ്ങൾക്ക് ചെലുത്തി തരുന്നു പല ആൾക്കാർ ആവശ്യപ്പെടുന്നു. അപ്പൊ ഈ പെർഫ്യൂമും ചൊല്ലുമ്പോ പെർഫ്യൂം BC 4000-3000 വർഷക്ക് മുന്നേ ഉള്ള ഒരു സംഗതിയാണ്. അപ്പോ ഇതിനെ പണ്ടെന്നെ യൂസ് ചെയ്തവരുണ്ടായ ഒരു വിഷയമാണ് ഈ പെർഫ്യൂം എന്നുള്ളത്. ഈജിപ്തിലും ചൈനയിലും ഇന്ത്യയിലും അങ്ങനെ പല ഭാഗത്തും മരത്തിന്റെയും സസ്യങ്ങള് മരങ്ങള് ഇതിന്റെ ഈ സാധനങ്ങൾ എടുത്ത് ഒരു ധൂപ്പായി, ഒരു മണത്തിന്റെ വസ്തുവായി യൂസ് ചെയ്യുന്ന കാലമുണ്ടായിരുന്നു. ഈജിപ്തിലെ രാജാക്കന്മാരും പ്രമാണിമാരും അവരുടെ മമ്മികൾക്ക് അവർ യൂസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ധൂപ്പുകൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതിലേക്ക് ഓയിലുകൾ ഒഴിച്ച് നല്ല സ്മെല്ല് വരുന്ന രൂപത്തിൽ അവർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമികമായിട്ടും അത്തറിനും പെർഫ്യൂമിനും ഒരുപാട് മഹത്വങ്ങളും പറഞ്ഞിട്ടുണ്ട്, സുന്നത്തായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത്തറുകളിൽ. അങ്ങനെ വരുമ്പോൾ പല വേദഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഈ പെർഫ്യൂമിനെ പറ്റി വളരെ വിശദമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ വലിയ വലിയ പണക്കാരും പിന്നെ നല്ല ഐഷാറാമി ജീവിതം നടത്തുന്ന ആൾക്കാരെല്ലാം യൂസ് ചെയ്തവരുണ്ടായ ഒരു കാര്യമാണ് പെർഫ്യൂം. അപ്പൊ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ പെർഫ്യൂമിന് അത്തർ എന്നാണ് ഇന്ത്യയിലെ പ്രയോഗത്തിൽ യൂസ് ചെയ്തവരുണ്ടായത്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ കന്നോജ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്ത്യയിൽ ഈ അത്തറിന്റെ വലിയ നഗരം എന്ന് അറിയപ്പെടുന്നത്. അവിടെയാണ് ഈ അത്തറിന്റെ നല്ല ഒറിജിനൽ എസൻസ് ഉണ്ടായി വരുന്നത് അവിടെ നിന്നാണ്. അത് പല മരത്തിന്റെ പുഷ്പങ്ങള്, അതുപോലെ തന്നെ മരങ്ങള്, പിന്നെ നമ്മുടെ ജാസ്മിന് പോലെയുള്ള റോസ് പോലെയുള്ള പുഷ്പങ്ങളിൽ നിന്നെല്ലാമാണ് ഇതിന്റെ ഒറിജിനൽ എസൻസ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അറബ് ലോകത്തെ നാം ഒന്ന് നോക്കേണ്ടതുണ്ട്. അറബ് ലോകത്ത് ഇന്നത്തെ ഈ പുതിയ ട്രെൻഡുകളും അതുപോലെ തന്നെ ബ്രാൻഡുകളും ഇതിനെല്ലാം ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഒറിജിനൽ വരുന്ന ഈ കാര്യങ്ങൾക്ക് സിന്തറ്റിക് അല്ലെങ്കിൽ അതിന് വേറെ ഓയിലുകൾ വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഈ പുതിയ കാലത്ത് അതിനെ യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ഫൗണ്ടേഷൻ ഇട്ടത് അത് അറബ് രാജ്യങ്ങളാണ്. അപ്പൊ അറബ് രാജ്യങ്ങളാണ് ഇതിനൊരു ഫൗണ്ടേഷൻ ഇട്ടത് ഇപ്പോഴത്തെ ഈ പുതിയ ട്രെൻഡിന് വേണ്ടി. അത്തറ് പണ്ട് കാലത്തെ ഫ്രാൻസിലെ ഗ്രാസ എന്ന് പറയുന്ന സ്ഥലമാണ് അത്തറ് ലോകത്ത് വെച്ച് അത്തറിന്റെ നഗരം എന്ന് അറിയപ്പെടുന്നത്, ഗ്രാസ എന്ന നാട്. അപ്പോ ഈ ആധുനിക യുഗത്തില് ഏറ്റവും വലിയ ഇതിന് മികച്ചതും ജനങ്ങളുടെ ഇടയിൽ ഇത് വലിയ ഒരു സംഭവമാക്കി കൊണ്ടുവന്നത് അറബ് ലോകമാണ്. അപ്പോൾ ഇപ്പൊ ഞങ്ങൾ ഈ ഇന്ത്യയിൽ തന്നെ പല ബ്രാൻഡുകളും അല്ലെങ്കിൽ ലോകത്ത് തന്നെ വലിയ അറിയപ്പെട്ട പല ബ്രാൻഡുകളും നമ്മുടെ മുന്നിലുണ്ട്. ചാനൽ പോലത്തെ, ഡിയോർ പോലത്തെ, ഗുച്ചി പോലത്തെ, അങ്ങനെ പല ബ്രാൻഡുകളും ഞങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു പ്രാവശ്യം ഒരു പെർഫ്യൂം ഒരാൾ യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ആ പെർഫ്യൂമിനെ അല്ലെങ്കിൽ ആ സ്മെല്ലിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും അതിന്റെ ലോങ് ലാസ്റ്റിങ്ങും അതിന്റെ സ്മെല്ല് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ പെർഫ്യൂമും ചെല്ലെങ്കിൽ ശരീരത്തിന് നല്ല സ്മെല്ല് നൽകുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ഒരു ദ്രവമായ ഒരു വസ്തുവിനെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ദ്രവമാണ് പെർഫ്യൂം. അപ്പൊ പെർഫ്യൂം ജനങ്ങൾ എന്തിനു ഇഷ്ടപ്പെടുന്നു? ഒരാൾ ഒരു പെർഫ്യൂം ഇട്ട് പോകുമ്പോ മറ്റൊരാൾക്ക് നല്ല ഇഷ്ടമായാൽ അയാൾ പറയും നിങ്ങൾ ഏത് പെർഫ്യൂം ഇട്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് അത്തർ ഇട്ടതാണ്. കാരണം അത്രയും ജനങ്ങളെ മൈൻഡിലേക്ക് ബ്രെയിൻ വാഷ് ഉണ്ടാക്കുന്ന ഒരു മണമായിട്ടാണ് അത്തർ അല്ലെങ്കിൽ ഈ പെർഫ്യൂമിനെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പൊ പെർഫ്യൂം ഞങ്ങൾ എന്തിന് യൂസ് ചെയ്യുന്നു, എവിടേക്കെല്ലാം യൂസ് ചെയ്യുന്നു? പെർഫ്യൂം എന്ന് പറയുമ്പോൾ അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ദുർവാസന ഇതിനെ ഇല്ലാണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല ചിന്തകളെയും നല്ല വാസനകളെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പെർഫ്യൂം യൂസ് ചെയ്യുന്നത്, പെർഫ്യൂം നാം ഉപയോഗിക്കുന്നത്.